നമ്മുടെ നിഖിൽ വന്നു. ആരും വിഷ് ഒന്നും ചെയ്യുന്നില്ലേ? വാ വാ. വിഷുയും എന്തൊറ്റി? ഇവന് തിന്നാനും കുടിക്കാനൊക്കെ കൊടുക്കാം, പക്ഷെ ഇവനെ ഹലാൽ ചെയ്യുന്ന എങ്ങനെ? എന്തിനാ പേടിക്കുന്നത്? ഞാൻ കൂടെയില്ലേ. ഇവന് ഹലാൽ ചെയ്യാൻ എന്റെ കയ്യിൽ പ്രോപ്പർ പ്ലാൻ നീ ഉണ്ട്. വെറുതെ ഇങ്ങനെ വളഞ്ഞു ചുറ്റി പറയാതെ നേരെ പറ കാര്യങ്ങൾ. നേരെ പറയണമെങ്കിൽ കേട്ടോ. ഞാനൊരു ഡിറ്റക്റ്റീവിനെ ഹയർ ചെയ്തിരിക്കാം ചന്ദ്രദാസിനെ കുറിച്ച് അറിയാൻ. അയാളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിഖിലും അയാളോട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. കണക്ഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം അവസാനിക്കും. എങ്കിൽ വാ നീ. DNA റിപ്പോർട്ട് വർക്കൗട്ട് ആയാൽ പിന്നെ ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുന്നിലെത്തും. എല്ലാവരും എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആഫ്റ്റർ ഓൾ എൻ്റെ സോ കോൾഡ് ഗേൾഫ്രണ്ട് അല്ലേ നീ? ഒന്നുമില്ലെങ്കിൽ ഒരു കിസ്സെങ്കിലും തന്നൂടെ? ഒരുപാട് സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നെ ബർത്ത്ഡേ ബോയ് ആയിട്ടല്ല, അറക്കാനുള്ള ആടായിട്ടാ കരുതുന്നത്. ഓഹ് കമോൺ കമോൺ കമോൺ. വല്ലപ്പോഴെങ്കിലും സന്തോഷമുള്ള കാര്യം പറയുന്നേ. എപ്പോൾ വായി തുറന്നാലും അനാവശ്യമല്ലാതെ ഒന്നും പറയത്തില്ല. ചിയർ അപ്പ്, കമോൺ. മൂഡ് കളയാനായിട്ട് ഓരോന്നും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നിൽക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എൻ്റെ കൈവിട്. അവിടെ നിന്ന് അഭി നോക്കുന്നുണ്ട്. നീ ഇവിടെ എൻ്റെ കൈ പിടിച്ചോണ്ട് നിൽക്കുന്ന അവൻ കണ്ടാൽ അവൻ വന്ന് നിന്റെ കഴുത്തിന് പിടിക്കും. ഇത് ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഇനി ഞാൻ പെട്ടുപോയാലോ? ഈ നിഖിൽ തനുവിനോടൊപ്പം എന്താ ചെയ്യുന്നത്? തനു നിഖിലിന്റെ കയ്യിൽ പിടിക്കുകയും ചെയ്തു. ഇനി ചന്ദ്രദാസിനും നിഖിലിനെയും പോലെ തനുവും നിഖിലും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും? ഷീല, റിപ്പോർട്ട്സ് റെഡിയായോ? റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. എന്തു പറ്റി? റിപ്പോർട്ട്സിൽ എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ അല്ലല്ല, എല്ലാം ഓക്കെയാണ്. പാരന്റൽ ടെസ്റ്റില് കൺഫേം ആയിട്ടുണ്ട്. തനുവിന്റെ കുഞ്ഞ് അബിയുടേതല്ലാന്ന്. താങ്ക് ഗോഡ്. ഷീല, നിനക്കറിയില്ല ഇത് കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിരിക്കായിരുന്നോ? അതെ ഷീല, റിപ്പോർട്ട്സ് അവൾക്ക് ചലഞ്ച് ചെയ്യാനോ എനിക്കെതിരായിട്ട് യൂസ് ചെയ്യാനോ? ഇല്ല പ്രിയ, റിപ്പോർട്ട്സ് 100% നമുക്ക് ഫേവർ ആയിട്ടാണ്. പാരന്റൽ ടെസ്റ്റില് അത് കൺഫേം ആയിട്ടുണ്ട്. കുട്ടിയുടെ DNA അബിയുടെ DNA ആയിട്ട് മാച്ച് ആകുന്നില്ലാന്ന്. താങ്ക് യു സോ മച്ച്. ശരി, ഇപ്പോ റിപ്പോർട്ട്സ് എവിടെയാ? ഞാനിപ്പോ വീട്ടിലാണ്. ആ വാർഡ് ബോയ് റിപ്പോർട്ട്സുമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ ശരി. ഈ റിപ്പോർട്ട്സ് എനിക്കെപ്പോഴാ കിട്ടുക? നീ ഇവിടെ എത്തുമ്പോഴേക്കും വാർഡ് ബോയ് റിപ്പോർട്ട്സും കൊണ്ട് ഇവിടെ എത്തിയിരിക്കും. ശരി, ഞാൻ വേഗം എത്താം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. അച്ഛമ്മയോട് പറഞ്ഞിട്ട് പോവാം ഞാൻ റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ പോവാന്ന്. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. എന്നെ കണ്ടപ്പോൾ നിങ്ങളുടെ മുഖത്ത് സന്തോഷം പോയതെന്താ? ഇത്ര നേരം ചിരിക്കുമല്ലായിരുന്നോ? ഇപ്പോൾ ചിരിയും കാണാനില്ല. പ്രിയ എന്നെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതുവരെ നമുക്കിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് മറക്കാം. എന്തു പറയുന്നു? പ്രിയ, ഈ പാർട്ടി ഇല്ലേ, അത് നിങ്ങളുടെ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത്. സോ എനിക്ക് വേണ്ടി അല്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് എൻജോയ് ചെയ്തൂടെ? നിങ്ങൾ പറയുന്നത് ശരിയാ നിഖിൽ, ഞാൻ എൻജോയ് ചെയ്യാ വേണ്ടത്. പക്ഷേ ബർത്ത്ഡേ ബോയ്ക്ക് ഒരു ഗിഫ്റ്റ് തരാതെ ഞാൻ മാത്രം എൻജോയ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ബിലീവ് മീ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരാൻ വേണ്ടി അത്ര നല്ലൊരു ഗിഫ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് ഇപ്പൊ തന്നെ വരും നിങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട്. എക്സ്ക്യൂസ് മീ. ബർത്ത്ഡേ ഗിഫ്റ്റ്? അങ്ങനെ എന്ത് കൊണ്ടുവരാൻ അവൾ ഇവിടുന്ന് പോയത്? അവൾക്ക് അത്രമാത്രം എൻജോയ്മെന്റ് കിട്ടാൻ എന്തായിരിക്കും ആ ഗിഫ്റ്റിനുള്ളിൽ? ഫണ്ണി, തനുവാണ് ഗിഫ്റ്റേ തരുന്നില്ല, പിന്നെ ഇവൾ സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നു. സോറി. അത് നശിപ്പിച്ച് കളഞ്ഞല്ലോ. നീ എവിടെ പോവാ? നീ നോക്കി നടന്നൂടെ നിനക്ക്? നോക്കൂ ഏട്ടത്തി, ഞാൻ തിരിച്ചു വന്നിട്ട് എന്റെ കൈകൊണ്ട് തന്നെ ഈ പൂ നിങ്ങളുടെ മുടിയിൽ വെച്ചുതരാം. ഓക്കെ, പോയിട്ട് വരാം. പക്ഷേ ഇത്ര ധൃതിയിൽ ഇവൾ എവിടെ പോവാ? നല്ല സന്തോഷമുണ്ടല്ലോ. മൈഥിലി, നീ ഒന്നും മിസ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? നീ നിന്റെ കണ്ണ് തുറന്നു തന്നെ വെക്ക്. ചിലപ്പോ ഈ പാർട്ടിയിൽ ഇന്ന് പുതിയ എന്തെങ്കിലും കോമഡി നടക്കാൻ പോവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോട്ട് ന്യൂസ് ചിലപ്പോ കേൾക്കാൻ പറ്റും. ഒന്ന് പെട്ടെന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഒന്നും മിസ് ചെയ്യരുത്. ഈ നിഖില് വളരെ എളുപ്പത്തിൽ തന്നെ അബിയുടെ വാക്കുകളിൽ വീണു പോവും. ക്യാഷ് കാണുമ്പോ ഇവന്റെ ബുദ്ധി പണി ചെയ്യുന്നത് നിർത്തിവെക്കും. ഞാൻ വാൺ ചെയ്തതാ.
പക്ഷെ ഞാൻ പറഞ്ഞത് അവൻ മുഖവിലക്ക് എടുത്തില്ല. ആഹാ, ഇത്ര ധൃതിയിൽ ഇത് എങ്ങോട്ടാ പോന്നേ? ധൃതിയല്ലേ? ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, നീ നിന്റെ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കൂ ഞാൻ എവിടെ പോവാന്ന്. എക്സ്ക്യൂസ് മീ. ഇവള് ഇത്ര തിടുക്കത്തിൽ എങ്ങോട്ടാ പോന്നേ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അറ്റൻഷൻ പ്ലീസ്. ഫസ്റ്റ്ലി ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയാൻ ആഗ്രഹിക്കാം. നിങ്ങൾ എല്ലാവരും വന്ന് ഈ പാർട്ടിയിൽ പങ്കെടുത്തതിന് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കറിയോ, ഈ പാർട്ടി നടത്താൻ 2 കാരണമുണ്ട്. ആദ്യത്തെ കാരണം ഇതാ, മിസ്റ്റർ നിഖിലിന്റെ ബർത്ത്ഡേ എന്ന്. സോ ഹാപ്പി ബർത്ത്ഡേ ടു ഹിം. പിന്നെ രണ്ടാമത്തെ കാരണം, മിസ്റ്റർ നിഖിൽ അഭിയായിട്ട് ഒരു വലിയ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് കോൺട്രാക്ട്. സോ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, വിത്ത് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്, പ്ലീസ് വെൽക്കം മിസ്റ്റർ നിഖിൽ. ഇവരെ നിഖിലിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാ? ഇവന് ഇത്രയ്ക്ക് അങ്ങ് പുകഴ്ത്തുന്ന എന്തിനാ? എനിക്ക് തോന്നുന്നത് ഇവരിവനെ എത്ര പുകഴ്ത്തുന്നോ അത്രയും താഴേക്ക് ഇടുന്ന. ഈ പ്രിയയെ കാണുന്നില്ലല്ലോ. പ്രിയയുടെ കാര്യം പോട്ടെ, ആദ്യം എന്നോട് ഇത് പറ, ഈ അഭി എന്തിനാ ഈ വൃത്തിയേട്ട നിഖിലിന് വേണ്ടി ഈ പാർട്ടി വെച്ചതെന്ന്? നമസ്കാരം. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് ഈ പാർട്ടി വരാൻ ഇഷ്ടമല്ലായിരുന്നു. അഭിയുടെ അച്ഛമ്മ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമസ്കാരം. നമസ്കാരം. സുഖാണോ സരളെ? എനിക്ക് സുഖാണമ്മേ. ആ ജാനകി ഉണ്ടല്ലോ. എനിക്ക് സന്തോഷമായി. എനിക്ക് തോന്നി സരള വരില്ലെന്ന്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല വന്നത്. ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞതല്ലേ, അമ്മ വളരെ സ്നേഹത്തോടെ വിളിച്ചപ്പോ വന്നല്ലേ മതിയാവും. വളരെ നന്നായി. വരുന്നേ, വരൂ. പ്രിയ എങ്ങും കണ്ടില്ലല്ലോ. ആ, പ്രിയ വന്നോളൂ. വന്നേ, പുറത്തു പോയിരിക്കുക. വാ സരളെ. ജാനകി. അതെയോ? വരൂ വരൂ. ശരി ശരി അമ്മേ. ഷീല, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീ ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താങ്ക് യു ഒന്നും പറയരുത്. എന്നാ ശരി, ഇനി താങ്ക് യു പറയില്ല. പക്ഷെ നിനക്കറിയില്ല ഷീല, നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്. ആ തനുവിനെ കാണുമ്പോ എപ്പോഴും തോന്നും ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീയുടെ ശത്രുവെന്ന്. പക്ഷെ നിന്നെ കാണുമ്പോ തോന്നും ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ സഹായിക്കാനാവുന്നു. ഷീല, അദ്ദേഹത്തെക്കാളും ഇമ്പോർട്ടന്റ് ആയി എനിക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല. എന്റെ എല്ലാ സന്തോഷവും അദ്ദേഹമാണ്. അദ്ദേഹത്തെ നേടാനായുള്ള ഈ പോരാട്ടത്തിൽ നീ എന്നെ വിജയത്തിന്റെ അടുത്ത് എത്തിക്കാ ചെയ്ത്. അത് ഞാനല്ല, നീയാണ് ചെയ്തത്. നിനക്ക് അഭിയോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് അത് ചെയ്തത്. അതിനെ പറയുന്നത് ലൈഫ് പാർട്ണർ. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും, സപ്പോർട്ടും ചെയ്യും. ഷീല, ആ റിപ്പോർട്ട്. ഒരു മിനിറ്റ്. ഇതാ നിന്റെ റിപ്പോർട്ട്. ഷീല, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ തെളിവ് എന്റെ കയ്യിലുണ്ടെന്ന്. എന്നുവെച്ചാ തനുവിന്റെ എല്ലാ കള്ളത്തരവും എല്ലാവരുടെ മുന്നിലെത്തും. ആ, പക്ഷേ ഇതില് നിഖിലിന്റെ DNA റിപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തനുവിന്റെ കുഞ്ഞ് നിഖിലിന്റേതാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രണവ് എനിക്ക് കൊണ്ടുവന്ന സാമ്പിൾസ് ഇല്ലേ നിഖിലിന്റെ മുടിയുടെ, അത് ചൂയിങ്കം കൊണ്ട് അത്രമാത്രം ഡാമേജ് ആയതുകൊണ്ട് അതിൽ നിന്നും ഒന്നും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് സാരമില്ല ഷീല, ഇത് തന്നെ ധാരാളമാ. ഈ സമയം കൊണ്ട് തന്നെ തെളിയിക്കാൻ പറ്റും തനുവിന്റെ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെതല്ലെന്ന്. ഞാൻ ഇറങ്ങട്ടെ. ശരി, ബൈ, ടേക്ക് കെയർ. ചേട്ടാ, ഒന്ന് വേഗം പോണേ. എല്ലാവരും വെയിറ്റ് ചെയ്യായിരിക്കില്ലേ? ഫോൺ ചെയ്ത് പറയാം റിപ്പോർട്ട് കിട്ടിയെന്ന്. പ്രണവ്, പ്രിയയുടെ ഫോൺ വല്ലതും വന്നോ? അച്ഛമ്മ എന്തിനാ ടെൻഷൻ ആവുന്നേ? ചേച്ചി ഇങ്ങ് വരുന്നേ. ഇതാ കണ്ടോ, അച്ഛമ്മ ചോദിച്ചേ ഉള്ളൂ, ചേച്ചിയുടെ ഫോൺ വന്നിരിക്കാം. ഹലോ ചേച്ചി, ഇത് എവിടെയാ? എപ്പോ എത്തും? റിപ്പോർട്ട് കിട്ടി, ഞാൻ വീട്ടിലേക്ക് വരിക. ചേച്ചി എന്താ പറഞ്ഞേ? അത് കിട്ടിയെന്നോ? ഐ കാണ്ട് ബിലീവ് ദിസ്. ഫൈനലി ചേച്ചി, ഇത്രയും നാളായിട്ട് നമ്മൾ കാത്തിരുന്നത്. ഫൈനലി വി ഹാവ് ഡൺ ഇറ്റ്. ചേച്ചി, എല്ലാ ജോലി ആയിട്ടില്ല പ്രണവ്, ഞാൻ വീട്ടിലെത്തട്ടെ, എന്നിട്ട് ഈ കഥയുടെ എന്റെ പ്ലാൻ ചെയ്യാം. ചേച്ചി പ്ലീസ് ഒന്ന് വേഗം വരാൻ നോക്ക്. ഞങ്ങൾക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. പ്ലീസ് ഒന്ന് വേഗം വാ. ആ പ്രണവ്, എത്രയും വേഗം എത്താൻ ശ്രമിക്കാം.
ഓക്കെ പ്രിയച്ചി, ടേക്ക് കെയർ. ഈശ്വര, ഒരുപാട് നന്ദി. എന്നും എൻ്റെ ഒപ്പം ഇങ്ങനെ തുണയായിട്ടുണ്ടാവണേ. എന്റെ ദൈവമേ, അങ്ങക്ക് കോടി കോടി പ്രണാമം. ഇനി ആ തനുവിന്റെ നിഖിലിന്റെ കള്ളക്കളി തീരും. ഇന്ന് നിഖിലിന്റെ ബർത്ത്ഡേ അല്ലേ, ഇത് നമുക്ക് എല്ലാ വർഷവും ആഘോഷിക്കണം. റോബിൻ ചേട്ടാ, ഇത്തിരി ചാറൊഴിക്കോ? എനിക്കും. രാധേ, രാജു, ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? മമ്മി പാട്ടി അടിപൊളിയാണ്. പിന്നെ ആ ഹോസ്റ്റലിലെ ഫുഡ് ഒട്ടും കൊള്ളില്ലായിരുന്നു. ആക്ച്വലി എനിക്കിത് മതിയായി മമ്മി. ഞാൻ ഐസ്ക്രീം കഴിക്കട്ടെ? ആ, എനിക്കും വേണം. ഞാനും വരുന്നു. നമുക്ക് ഐസ്ക്രീം കഴിക്കാം. രണ്ടാളും നിൽക്കും. ആദ്യം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഐസ്ക്രീം കഴിക്കാം. അതെ മമ്മി, ഞങ്ങൾ ഇനി ഐസ്ക്രീം കഴിക്കട്ടെ പ്ലീസ്. രാജ്, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ. കണ്ടോ രണ്ടാളും എങ്ങനെയാ വാശി പിടിക്കുന്നതെന്ന്. മക്കളെ, മമ്മി പറയുന്നത് അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. പിന്നെ ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടി വരും. ആ, മനസ്സിലായോ? നിങ്ങൾ പൊയ്ക്കോ. യെസ്. അല്ല അച്ഛമ്മയോ? അല്ല, ഞാനിപ്പോ വിചാരിച്ചേ ഉള്ളൂ ഈ പാർട്ടിയിൽ എല്ലാവരും എന്നെ വിഷ് ചെയ്തു. പക്ഷെ അച്ഛമ്മയുടെ അനുഗ്രഹം മാത്രം കിട്ടിയില്ലല്ലോ എന്ന്. അച്ഛമ്മയെ അബിയുടെ കോൺട്രാക്ട് കിട്ടിയതുപോലെ എന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ വേണ്ടി അച്ഛമ്മ ഒന്ന് അനുഗ്രഹിക്കണം. അത് ഞാനെന്ത് പറയാനാ, എല്ലാം മുകളിലുള്ളവന്റെ കയ്യിലല്ലേ. അല്ലേ, ഞാനിപ്പോ നിന്നോട് ഇത്രയേ പറയൂ. മനുഷ്യന് അങ്ങനെ ഒരു ആഗ്രഹവും പാടില്ല, ദൈവത്തിന് പൂർത്തിയാക്കാൻ കഴിയാത്തത്ര. എങ്ങനെയെന്ന് വെച്ചാ, കഷണ്ടിക്കാരന് നേരം വെളുക്കുമ്പോ നിലം തൊടുന്നത്ര മുടി വേണമെന്ന് പറയുന്നത് പോലെ അതൊരിക്കലും നടക്കില്ലല്ലോ, അല്ലേ? ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാം, അതായത് എല്ലാ കപ്പിൾസും സ്റ്റേജിലേക്ക് വന്ന് നന്നായിട്ട് ഡാൻസ് ചെയ്യണമെന്ന്. ഡാൻസ് ചെയ്ത് ഈ പാർട്ടിയെ ഇനിയും മനോഹരമാക്കണമെന്ന്. അച്ഛമ്മേ, എക്സ്ക്യൂസ് മീ. നീ ഒരു യുദ്ധം ജയിച്ചു മോളെ. അച്ഛമ്മ എന്നെ കൂടി കാണിക്കുന്നേ പ്ലീസ്. ദൈവമേ, നിനക്ക് കോടി കോടി പ്രണാമം. എന്റെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടാകണേ. ചേച്ചി, ചേച്ചി ഇത് സോളിഡ് പ്രൂഫാണ്. ഇതാർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല ഏട്ടത്തി. നീ ഇന്ന് തെളിയിച്ചു മോളെ. ആരുടെ നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമുണ്ടോ ഭാര്യയുടെ അവകാശം അവർക്കാണ് കിട്ടുന്നത്. സബ്ബാഷ് എന്റെ മോളെ, ഇന്ന് നീ ജയിച്ചിരിക്കുക. നിന്റെ പ്രയത്നങ്ങൾക്കുള്ള ഫലം ലഭിച്ചിരിക്കുക. ഒറ്റ തവണ അബി ഫയൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ താനും അവന്റെ ലൈഫിൽ നിന്ന് പൊയ്ക്കോളും. പിന്നെ ഒരിക്കലും അവൾക്ക് അവന്റെ ലൈഫിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ആരെ ബോയ്ക്കോട്ട് ചെയ്യുന്ന കാര്യമാണ് നീ പറഞ്ഞേ? അത് അത് നീ അതൊക്കെ വിട. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ ഇവിടെ പെർമിഷൻ വാങ്ങാൻ വന്നതാ. ആരോട്? ആരുടെ പെർമിഷനാ വേണ്ടേ? അതെന്റെ ചുവന്ന ദുപ്പട്ട കേട്ടാ. ചുവന്ന ദുപ്പട്ട? ഓ, ഓഫ് കോഴ്സ്. വാ വാ വാ. ഏയ്, നന്നായിട്ടുണ്ട്. അത് മേ ഐ ഡാൻസ് വിത്ത് യു?
നീ എന്തെങ്ങനെ ചിരിക്കുന്നേ? അതിന് മാത്രം എന്തെങ്കിലും ഉണ്ടായോ? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് വെച്ചാ? ഒന്നുമില്ലാന്നേ. നിങ്ങൾ അത് വിട്. എന്നിട്ട് ആ നിഖിലിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോന്ന് പറ. ഇല്ല, അങ്ങനെയൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഒരു സംഭവം നടന്നു. തനുവും നിഖിലും തമ്മിൽ എന്തോ സംസാരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് തനു നിഖിലിന്റെ കൈ പിടിച്ചു. കൈ പിടിച്ച് സംസാരിക്കാൻ മാത്രം എന്താ ഉള്ളത്? അത് എനിക്കെങ്ങനെ അറിയാം? ശരി, നിനക്കെങ്ങനെ അറിയാം? ഇനി അവർ രണ്ടുപേരും കൂടി എനിക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണോ? ഏയ് ഇല്ലില്ല. തനു എനിക്കെതിരെ എന്ത് പ്ലാൻ ചെയ്യാനാ? പക്ഷേ നിനക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാലോ? നിങ്ങൾ പറയുന്നത് ശരിയാ. ഹലോ ഹലോ അമ്മേ, അമ്മ എപ്പോഴാ വന്നത്? ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ വരില്ലായിരുന്നോ റെയിൽവേ സ്റ്റേഷനിൽ അമ്മയെ വിളിക്കാൻ? അത് വിട്, ഞാൻ പ്രിയയുടെ വീട്ടിൽ വന്നിരിക്കെ. ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാം. അമ്മ ഒരു കാര്യം ചെയ്യേ, അതുവരെ അടുത്ത് എവിടെയെങ്കിലും ഇരിക്കെ. അമ്മ ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനിതാ ഇറങ്ങുന്നു. ശരി അമ്മേ. വാ അമ്മേ. എന്താന്നോ അവിടെ അമ്മ വന്നിട്ടുണ്ട്. പിന്നെ വീടിന്റെ താക്കോൽ എന്റെ കയ്യില. ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ടും വന്നു. വീട്ടിൽ വേറെ ആരുമില്ല. അപ്പൊ ഞാൻ ഇറങ്ങാം. പ്രിയയോട് പറഞ്ഞേക്കണേ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയെന്ന്. ഞാൻ അവളെ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ശരി, ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അമ്മ അവിടെ കാത്തിരിക്കുക. ശരി എന്നാ. ശരി അമ്മേ. വാ. ഏയ് എന്തു പറ്റി? തീ പിടിച്ചോ? നോക്ക് തനു, നീ എത്ര തന്നെ കത്തി എരിഞ്ഞാലും കനല് വാരിയിട്ടാലും ഏതൊക്കെ ചന്ദ്രദാസിനെ വിളിച്ചാലും പക്ഷെ മോളെ നിനക്ക് ജയിക്കാനാവില്ല. നിനക്ക് പറഞ്ഞിട്ടുള്ളത് തോൽക്കാൻ മാത്രമാ. ദാ നീ അത് നോക്കിക്കേ. ദാ അങ്ങോട്ട് നോക്ക്. അഭിയും പ്രിയയും ഡാൻസ് ചെയ്യുമ്പോ കാണാൻ എന്തു ഭംഗിയാ. കണ്ടാൽ പരസ്പരം അവർക്ക് വേണ്ടി ജനിച്ചതാണെന്നേ പറയൂ. അച്ഛമ്മേ, അങ്ങനെയെങ്കിൽ സൂര്യനും ചന്ദ്രനും അവർക്ക് വേണ്ടി ജനിച്ചതാ. പക്ഷെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒന്ന് പോയാലേ മറ്റൊന്ന് വരൂ. പിന്നെ അബദ്ധത്തിൽ അവരൊന്ന് കണ്ടുപോയാൽ സൂര്യന് ഗ്രഹണം സംഭവിക്കും, അതും ചന്ദ്രന്റെ. ഞാൻ അബിയുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളാ. അപ്പൊ അബി എന്റെ കൂടെ കഴിഞ്ഞ് മതിയാവും. ഇനി അകന്നു പോകാൻ ഒന്ന് ശ്രമിച്ചാൽ പോലും എന്റെ കുഞ്ഞ് അവനെ വലിച്ചടുപ്പിക്കും, അതും എന്റെ അടുത്തേക്ക് തന്നെ. സോ അച്ഛമ്മ അബിയെ പ്രിയയ്ക്കൊപ്പം ഡാൻസ് കളിപ്പിക്കോ താണ്ഡവം ആടിപ്പിക്കോ എന്ത് വേണേലും ചെയ്തു. അബി എന്റെ ആയിരുന്നു, ഇനി എന്റെ തന്നെ ആയിരിക്കും. അതെന്താണെന്നോ? ഐസ് ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ നിന്നാ ഉണ്ടാകുന്നത്. പക്ഷെ ആ ഐസിനെ വെള്ളത്തിലിട്ട് അലിഞ്ഞു പോകും. അതുപോലെ തന്നെയാ നിന്റെ വിധിയും. വെള്ളത്തിൽ അലിഞ്ഞു പോണത് പോലെ തന്നെ. ഇപ്പോ നീ ഏത് കുഞ്ഞിന്റെ പേര് പറഞ്ഞാണോ ഈ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത്, ഇനിയൊരു പക്ഷേ ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് നിനക്ക് കരയാൻ ഇടവന്നാലോ മോളെ? അങ്ങനെ ഉണ്ടായാൽ എന്ത് കഷ്ടമായിരിക്കും.